Hello, good morning. Sina ma'am. Good morning. Morning, ma'am. Start ചെയ്തോളൂ ട്ടാ സീന മാം. Okay. Good morning all. Good morning, ma'am. Good morning. എല്ലാവർക്കും നല്ല ഒരു ചിങ്ങപ്പുലരി ആശംസിക്കുന്നു. ചിങ്ങമാസം 1-ാം തീയതിയാണ്. ഇന്നത്തെ എൻ്റെ ക്ലാസ് മീൻസ് ക്ലാസ്സിനേക്കാളും ചർച്ചയിലൂടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഇന്നത്തെ ടോപ്പിക് എ കീ ടു സക്സസ് എന്നതാണ്. പ്ലാനിങ് ഈസ് എ കീ ടു സക്സസ്. അതായത് പ്ലാനിങ്ങിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ് പ്ലാനിങ്. അപ്പോൾ തന്നെ അത് എല്ലാവരും ഡെയിലി ലൈഫിൽ ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്ലാനിങ് എന്നുള്ള ഫങ്ഷൻ, അതായത് പ്ലാനിങ് എന്നത്, ഞാനൊരു മാനേജ്മെന്റ് അതിലെ കൊമേഴ്സ് ടീച്ചറാണ്. അതോടനുബന്ധിച്ച് പറയുമ്പോൾ മാനേജ്മെന്റിൽ പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പ്ലാനിങ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ കൊമേഴ്സ് സ്റ്റുഡന്റ് നല്ല കൊമേഴ്സ് ടീച്ചർ, അതിനുപരി എല്ലാവർക്കും നമ്മൾ ഈ പ്ലാനിങ് എന്നുള്ള മാനേജ്മെന്റിന്റെ ഫങ്ഷൻ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ ഈ ഒരു ടോപ്പിക് എടുത്തത് തന്നെ ഞാൻ അതാണ്. എല്ലാവർക്കും സിമ്പിൾ ആയിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എന്നിരുന്നാലും ആ ഒരു പ്ലാനിങ്ങിന്റെ ആവശ്യകത ഒന്നുകൂടി ജസ്റ്റ് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്താണ് പ്ലാനിങ്? അതിനൊരു കറക്റ്റ് ഡെഫിനിഷൻ ഇല്ലേ? വാട്ട് ഈസ് പ്ലാനിങ്? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് മാം. പ്ലാനിങ്ങിന് ഒരു ഡെഫിനിഷൻ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? നമ്മൾ അതായത് എല്ലാ ദിവസവും നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പോൾ പ്ലാനിങ്ങിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ കഴിയും? ഒരുപാട് നമ്മുടെ മാനേജ്മെന്റ് തിങ്കേഴ്സ് അതുപോലെ പലരും പ്ലാനിങ്ങിനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ പറയുകയാണെങ്കിൽ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ, വെൻ ഈസ് ടു ബി ഡൺ, ഹു ഈസ് ടു ഡു ഇറ്റ്, ഹൗ ഈസ് ടു ബി ഡൺ. ഇതിനെയാണ് നമ്മൾ പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതായത് ഫ്യൂച്ചറിനെ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ആണ് അല്ലെ, നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഈ പ്ലാനിങ്ങില് നമ്മളിപ്പോ ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ഒരുപാട് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിനെ സോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഈസി ആയിരിക്കും, ഒന്നുകൂടെ ഈസി ആക്കും. അപ്പോൾ ഈ പ്ലാനിങ്ങിന്റെ ഡെഫിനിഷൻ തന്നെ പറയുന്നത് ആര് എപ്പോൾ എന്ത് എങ്ങനെ ചെയ്യണം എന്നതാണ്, അല്ലെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് മുൻകൂട്ടി തീരുമാനിക്കുകയാണ് പ്ലാനിങ്ങിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലാനിങ്ങിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിലൂടെ നമ്മൾ കറക്റ്റ് ഒരു കാര്യം പ്ലാൻ ചെയ്താൽ അതിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് ലൈഫിൽ ഉണ്ടാവുന്നതെന്ന് അത് ലൈഫായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയുന്നത്. ഞാൻ +2 ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് ഈ മാനേജ്മെന്റും അതിന്റെ ഫംഗ്ഷനും പഠിക്കുന്നത്. എല്ലാവരും തന്നെ അങ്ങനെയായിരിക്കും, കൊമേഴ്സ് എടുത്ത ആളുകൾ. അപ്പോൾ അന്ന് മുതൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള അത് മാനേജ്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് പ്ലാനിങ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലൈഫിൽ ഞാൻ ആ പ്ലാനിങ് എന്നുള്ള ആ ഫംഗ്ഷന് എല്ലാ ഇടത്തും ഞാൻ അത് അപ്ലൈ ചെയ്യാറുണ്ട്. അത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ മനുഷ്യനാണ്, പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കാറില്ല പല കാര്യങ്ങളും. പക്ഷെ എന്നിരുന്നാലും പ്ലാനിങ്ങിൽ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾക്ക് അല്ലെ എന്തെങ്കിലുമൊക്കെ ഒരു പെട്ടെന്ന് എന്തെങ്കിലും വരികയാണെങ്കിൽ പോലും എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാൻ കഴിയും? ആ വരുന്ന പ്രശ്നങ്ങളെ ഒരു പരിധി വരെ നമുക്ക് സോൾവ് ചെയ്ത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അതിനെ ഓവർകം ചെയ്ത് നമുക്കൊന്ന് മുന്നോട്ട് പോകാൻ കഴിയും. അതാണ് ഈ പ്ലാൻ ചെയ്താലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പൊ പ്ലാനിങ് എന്നുള്ള പ്ലാനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്ലാനിങ് ഈസ് ബേസ്ഡ് ഓൺ ദി ഒബ്ജക്റ്റീവ്സ് എന്നാണ്.
നമ്മളിപ്പോ നമ്മുടെ ഈ ഫാമിലിയിലാണെങ്കിലും എവിടെയും നമുക്ക് ഞാൻ പറയുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷനിലോ അല്ലെ ഒരു സ്കൂള് അല്ലെ അവിടെ മാത്രമല്ല. അതായത് പ്ലാനിങ് എന്നുള്ളത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പൊ ഈ പ്ലാനിങ് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്? ഓൺ ദി ബേസിസ് ഓഫ് ഒബ്ജക്റ്റീവ് എന്നാണ്, നമ്മുടെ ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഒരു കറക്റ്റ് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഉള്ള ആളുകൾക്ക് കറക്റ്റ് എന്തുണ്ടാവുള്ളൂ? പ്ലാനിങ് ഉണ്ടാവുള്ളൂ. ആദ്യം നമ്മൾ ഉണ്ടാക്കേണ്ടത്, നമ്മൾ എന്തിനെ കുറിച്ചാണോ, നമ്മൾ എന്താണോ നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിനെ അടിസ്ഥാനമാക്കി നമ്മൾ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു കുട്ടീനെ സംബന്ധിച്ച്, ഒരു കുട്ടിക്ക് ഇപ്പോൾ ഡോക്ടർ ആവണം നമ്മളോട് പറയാണ്. അപ്പോൾ അത് അങ്ങനെ പറയാവുമ്പോൾ ആ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യണം? അതായത് ഒരു SSLC പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഇത്ര മാർക്ക് സ്കോർ ചെയ്ത് സയൻസ് ഗ്രൂപ്പ് എടുത്ത്, അതുപോലെ തന്നെ അതിനുശേഷം +2 മാർക്ക് കിട്ടി, നീറ്റ്, അങ്ങനെ ആ കുട്ടിക്ക് ആ ഒരു ഓരോരോ ഒബ്ജക്റ്റീവ് നമ്മൾ സെറ്റ് ചെയ്ത് ആ കുട്ടിയുടെ മെയിൻ ഗോളിലേക്ക് അതിനെ എത്തിക്കണമെങ്കിൽ കറക്റ്റ് പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഒബ്ജക്റ്റീവ് ഉണ്ടാവുമ്പോഴേ നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴും ഒബ്ജക്റ്റീവിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. സെക്കൻഡ് വൺ, ഒബ്ജക്റ്റീവ്, അതായത് പ്ലാനിങ് ഒബ്ജക്റ്റീവ് കൃത്യമായിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത് അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രത്യേകത പ്ലാനിങ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റ്. പ്ലാനിങ് ഈസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റ്. അതായത് പ്ലാനിങ് എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഏതൊരു മാനേജ്മെന്റ്, നമ്മൾ ഒരുപാട് മാനേജ്മെന്റ്, ഇപ്പൊ കൗൺസിലിംഗ് ഫീൽഡിലാണ് പല മാനേജ്മെന്റ് ടെക്നിക്സ് നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. സ്ട്രെസ് മാനേജ്മെന്റ് ഉണ്ടാവാറുണ്ട്, ടൈം മാനേജ്മെന്റ്, അല്ലെ? എല്ലാ മേഖലയിലും നമ്മൾ ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ്. പക്ഷെ അവിടെയൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്ലാനിങ് എന്നുള്ള ആ ഒരു ഏറ്റവും പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് ഏതൊരു മാനേജ്മെന്റിന്റെയും ഏതാണ്? പ്ലാനിങ് ആണ്. അപ്പോൾ ആ പ്ലാനിങ്ങിലൂടെ നമ്മൾ എന്താണ്, ഈ പ്ലാനിങ് വിത്തൗട്ട് പ്ലാനിങ് ഇല്ല എങ്കിൽ അവിടെ മറ്റുള്ള യാതൊരു മാനേജ്മെന്റ് ഫംഗ്ഷനും നമുക്ക് നടത്താൻ കഴിയില്ല. അതായത് പ്ലാനിങ് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ, അല്ലെ പ്ലാനിങ് ആണ് മറ്റുള്ള മാനേജ്മെന്റ് ഫംഗ്ഷനെയും കൂടെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ ലീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് പ്ലാനിങ് ചെയ്തിരിക്കണം. അപ്പൊ പ്ലാനിങ് ഈസ് ദ ഫസ്റ്റ് ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റ്. പ്ലാനിങ് എപ്പോഴും ഫ്യൂച്ചറിസ്റ്റിക് ആണ്, അല്ലെ? നമുക്കറിയാം പ്ലാനിങ് എന്ന് പറയുന്നത് എപ്പോഴും ഫ്യൂച്ചറിനെ ബേസ് ചെയ്താണ്, പ്രെഡിക്റ്റിംഗ് ദ ഫ്യൂച്ചർ ആണ്. നമ്മൾ ഭാവിയെ എന്താക്കാണ്, ഒരു പ്രെഡിക്റ്റ് ചെയ്യും. പക്ഷെ അതൊന്നും എപ്പോഴും ആക്യുറേറ്റ് ആവണമെന്നില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മളിപ്പോ നാളെ ഒരു ഫോർ എക്സാമ്പിൾ നമുക്കൊരു ട്രിപ്പ് പോകണം. അപ്പൊ ട്രിപ്പ് പോകണമെങ്കിൽ നമ്മൾ യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ആ ട്രിപ്പ് വളരെ എഫക്റ്റീവ് ഒന്നും ആവില്ല. പക്ഷെ അതേസമയം നമ്മൾ ഒരു പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, എവിടെയെങ്കിലും ബ്ലോക്ക് വരികയാണെങ്കിലോ, ചിലപ്പോൾ നമ്മുടെ പോകുന്ന ബസ്സോ അല്ലെ അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ നമുക്ക് അതെങ്ങനെയെങ്കിലും ഒക്കെ സോൾവ് ചെയ്ത് മുന്നോട്ട് നീങ്ങാം. അതുകൊണ്ടാണ് പറയുന്നത് പ്ലാനിങ് എന്ന് പറയുന്നത് എപ്പോഴും ഫ്യൂച്ചറിസ്റ്റിക് ആണ്, നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. എന്നിരുന്നാലും അത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു രീതിയിൽ നമുക്ക് ആ കാര്യങ്ങൾ കൊണ്ടുപോകാം. അതുപോലെ തന്നെ പ്ലാനിങ് ഈസ് എ മെന്റൽ ആക്ടിവിറ്റി. പ്ലാനിങ് എന്ന് പറഞ്ഞ സിമ്പിൾ ടോപ്പിക് ആണ്. പക്ഷെ ആ പ്ലാനിങ് നടത്തണമെങ്കിൽ പ്ലാനിങ്ങിന്, അതായത് ഒരു മാനേജ്മെന്റ് തിങ്കറായ കൂൺസ് ആൻഡ് ഡൊണാൾഡ് ഒപ്പീനിയനിൽ പറയുന്നത് മാനേജ്മെന്റ് ഈസ് എൻ ഇന്റലക്ച്വൽ പ്രോസസ് എന്നാണ്. എന്തുകൊണ്ടാണ് ഇന്റലക്ച്വൽ പ്രോസസ് എന്ന് പറയുന്നത്? അതായത് ഏറ്റവും നമ്മൾ ബുദ്ധിപരമായിട്ടുള്ള, അതായത് പ്ലാനിങ് ഈസ് തിങ്കിങ് ബിഫോർ ഡൂയിങ്, അല്ലെ? അതായത് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എന്താക്കാണ്, കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് കറക്റ്റ് പ്ലാൻ ചെയ്യാണ്. അത് ഏറ്റവും വലിയൊരു ടാസ്ക് തന്നെയാണ്. അതിന് നമ്മൾ സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ പോരാ. ഇപ്പൊ നമുക്ക് നാളെ ഒരു ഫാമിലിയിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടത്തണമെങ്കിൽ അവിടെ നമ്മൾ എന്തൊക്കെ കാര്യം, ഒരു 100 പേരെ കൂട്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പലതും ഡീൽ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ഇന്റലക്ച്വൽ പ്രോസസ് ആണ്. അത് നമ്മൾ ഒരു മെന്റൽ ആക്ടിവിറ്റി ആണ്. കറക്റ്റ് നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. അങ്ങനെ നമ്മൾ ഏതൊരു കാര്യത്തെക്കുറിച്ചും നമ്മുടെ ലൈഫിലെ ഏതൊരു കാര്യത്തെക്കുറിച്ചും നമ്മൾ
കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ലൈഫിൽ പിന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലേക്ക് നമ്മളിത് കൊണ്ടുവരണം. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ നൈറ്റിൽ നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ള കറക്റ്റ് ഒരു പ്ലാനിങ് ഉണ്ടാക്കണം. ഞാൻ പലപ്പോഴും ഞാനെന്നല്ല നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. അതായത് നമ്മൾ എന്ത് ചെയ്യണം, അതായത് കിടക്കുന്നതിന് മുൻപ് ഞാൻ പിറ്റേ ദിവസം ഞാൻ ഇപ്പോഴും ചിന്തിക്കാറുണ്ട് നാളത്തെ എന്താണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ല്ലേ. എല്ലാ സ്ത്രീകളെ സംബന്ധിച്ച് അധിക പേരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ചിന്തിക്കുന്നവരാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ മുൻകൂട്ടി നമ്മൾ തീരുമാനിച്ച് അല്ലെ നാളെ ചോറിന് എന്താണ് കറി, അങ്ങനെയൊക്കെ നമ്മൾ മുൻകൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. അതാണ് പറഞ്ഞിരിക്കുന്നത് പ്ലാനിങ്. അതുപോലെ തന്നെയാണ് നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിലും ആ ലക്ഷ്യത്തിനെ കുറിച്ച് നമ്മൾ കറക്റ്റ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്റലക്ച്വൽ പ്രോസസ് ആണ്. അത് ബുദ്ധി ഉപയോഗിച്ച് തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. അതിന് ഒരുപാട് റിലയബിൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യേണ്ടി വരും. നമ്മുടെ എന്തെങ്കിലും കരിയർ പ്ലാനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോഴേ അതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ എന്താക്കണം, നല്ല രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് പ്ലാനിങ് ഒരു ഇന്റലക്ച്വൽ പ്രോസസ് ആണെന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ പ്ലാനിങ് ഈസ് പെർവസീവ് ഫങ്ഷൻ എന്ന് പറയാറുണ്ട്. പ്ലാനിങ് എന്ന് പെർവസീവ് മീൻസ് എല്ലായിടത്തും എന്താണ്, വ്യാപകമാണെന്ന്. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് മാത്രമല്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഏതെങ്കിലും ഒരു എന്താണ് ഓഫീസിലോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സ്ഥാപനങ്ങളോ ഒന്നല്ല അവിടെ മാത്രമല്ല നമ്മൾ ഫാമിലി പ്ലാനിങ് ചെയ്യേണ്ടത്. ഈവൻ ഫാമിലിയിലുള്ള ഓരോ കാര്യങ്ങൾ പോലും നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യേണ്ടതാണ്. നമ്മുടെ കുട്ടികളെ കൂടി നമ്മൾ ആ പ്ലാനിങ്ങിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുകയും അവരുടെ ഡേ ടു ഡേ അവർ ചെയ്യേണ്ടതായിട്ടുള്ള പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു സെറ്റ് ചെയ്തു കൊടുക്കാൻ അവരിൽ ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ അതെങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു കറക്റ്റ് പ്ലാനിങ്ങിന് വേണ്ട ഗൈഡ് ലൈൻസ് നമ്മൾ കൊടുക്കണം. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പലപ്പോഴും പറയാറുണ്ട്, അതായത് അവര് എൻ്റെ അടുത്ത് പഠനമായിട്ട് കാര്യങ്ങൾക്കൊക്കെ വരുമ്പോൾ ഞാൻ അവർക്ക് ആദ്യം സജസ്റ്റ് ചെയ്യാറുള്ളത് ഒരു കൃത്യമായ സ്റ്റഡി പ്ലാൻ ആണ്. ആ സ്റ്റഡി പ്ലാൻ എനിക്കറിയാം, ഞാൻ അത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. പക്ഷെ ആ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കറിയാം ചിലപ്പോൾ അവർ അതിനനുസരിച്ചൊന്നും കറക്റ്റ് ആയിട്ടൊന്നും പോവാറില്ല. പക്ഷെ ഞാൻ പിറ്റേ ദിവസവും ഞാൻ അത് ചോദിക്കും, ഇന്നലത്തെ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ എവിടെ എത്തി? അങ്ങനെ അവരോട് നമ്മൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവരിൽ എന്തുണ്ടായിരിക്കും, അവർക്കൊരു ഞാനത് ചെയ്തിട്ടില്ല, ഒന്നുകിൽ ചെയ്തിട്ടില്ലെങ്കിൽ അയ്യോ അത് ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള ആ ഒരു ബോധം, ആ ഒരു അവബോധം അവരിൽ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ അവർക്ക് എന്താകും, അതിനു വേണ്ടി നാളെങ്കിലും എനിക്കത് ചെയ്യണം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവരെത്തിക്കെങ്കിലും ചെയ്യും. ഒരു 40 സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു 10 സ്റ്റുഡൻസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 2 സ്റ്റുഡൻസിനെങ്കിലും നല്ലൊരു റിസൾട്ട് ഉണ്ടായാൽ അത് വലിയൊരു റിസൾട്ട് തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഫാമിലിയിൽ തന്നെ നമ്മുടെ കുട്ടികളെ ഒക്കെ നമ്മൾ ഈ പ്ലാനിങ് ഫംഗ്ഷനെ കുറിച്ച് പറയുക. അവർക്ക് ഡേ ടു ഡേ അവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു ഓണ എക്സാം വരികയാണ്. ആ ഓണ എക്സാമിന് ഒരു കുട്ടി എങ്ങനെ പഠിക്കണം ല്ലേ, അതിനെ കുറിച്ചൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, അവരോട് നമ്മൾ ഇന്ന് എന്താണ് അവരുടെ ടഫ് സബ്ജക്ട് എന്താണ്, ഈസി സബ്ജക്ട് എന്താണ്, അതിനനുസരിച്ച് നല്ലൊരു സ്റ്റഡി പ്ലാൻ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക. അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് അതിനെ ഫോളോ ചെയ്യും. അവർ തന്നെ ഒരു സ്വയം ഈ പ്ലാനിങ് എന്ന് പറയുന്ന പ്ലാനിങ് ലീഡ്സ് ടു കൺട്രോളിങ് ഫങ്ഷൻ എന്നാ പറയാ. പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു കൺട്രോളിങ്ങിനെ ഏറ്റവും എന്നാണ്, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് കൺട്രോളിംഗ് എന്നാണ്. കൺട്രോളിങ്ങിനെ നിയന്ത്രണത്തെ സുഗമമാക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷനാണ് പ്ലാനിങ്. അതായത് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി, എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് പ്ലാൻ ചെയ്താൽ ചിലപ്പോൾ നാളത്തേക്കുള്ള ഒരു പ്ലാൻ ആയിരിക്കും. അപ്പോഴായിരിക്കും നമുക്ക് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതൊക്കെ സ്റ്റോപ്പ് ചെയ്താൽ ഞാൻ ഇന്ന കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോഴത് നടത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു ബോധം നമ്മളിലേക്ക് വരികയും അതുപോലെ തന്നെ ഒരു കൺട്രോളിംഗ് എന്നുള്ള ഒരു സിസ്റ്റം നമ്മുടെ ലൈഫിലേക്ക് വരികയും ചെയ്യും. അതാണ് നമ്മൾ കുട്ടികളിലൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മളിൽ എന്തുണ്ടായിരിക്കും, നല്ലൊരു കൺട്രോളിംഗ് ടെക്നിക്സ് തന്നെ കുട്ടികളിലും നമ്മളിലും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ ഏതിലൂടെ കഴിയാറുണ്ട്, പ്ലാനിങ്ങിലൂടെ കഴിയാറുണ്ട്. അത് നമ്മുടെ പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മൾ ഏതാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ട്,
അതൊക്കെ നമ്മുടെ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഒരു കുട്ടീനെ സംബന്ധിച്ചാണെങ്കിൽ കുട്ടികളിലൊക്കെ ഞാൻ പറയുന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്നുള്ളതൊക്കെ നമ്മൾ കുറച്ച് നേരത്തെ നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യങ്ങളാണ്. അതായത് എന്നാൽ കറക്റ്റ് അവരിൽ അതെങ്ങനെ നമ്മൾ വളർത്തിയെടുക്കാൻ നമുക്കറിയാം. അതായത് നമ്മൾ എന്ത് ചെയ്യാ ഓരോ മാസവും ഒരു തുടക്കം ഒരു 10th പഠിക്കുന്ന കുട്ടീനെ സംബന്ധിച്ചാണ് ക്യാഷ് നമ്മൾ ഒരുപാട് കൊടുക്കരുത്. അതിന് ഒരുപാട് മിസ്യൂസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അത് പക്ഷെ എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യാ, ഒരു ചെറിയൊരു എമൗണ്ട് കൊടുത്തിട്ട് ഈ മാസം ഇപ്പൊ ബസ്സിനൊക്കെ പോണ മക്കളാണെങ്കിൽ ഇത് ഈ മാസത്തേക്കുള്ളതാണെന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ആ കുട്ടീനോട് അതെങ്ങനെ ഉപയോഗപ്പെടുത്തി, എന്താണ് നീ ചെയ്തത്, അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ചോദിക്കുക. അപ്പോൾ അതിന് ഈ മാസം ബാലൻസ് ഉണ്ടോ, ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടീനെ എന്താക്കുക, അതിന് വളരെയധികം മോട്ടിവേഷൻ കൊടുക്കുക. നല്ല ഗുഡ് പ്ലാനിങ് ആണ്, ഗുഡ് ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ്. അങ്ങനെ കുട്ടിക്കാലത്തെ കുട്ടികളിൽ ഒരു ക്യാഷ് മാനേജ്മെന്റ് അല്ലെ ക്യാഷ് പ്ലാനിങ്ങും കാര്യങ്ങളും നമ്മൾ വളർത്തിയെടുക്കണം. അങ്ങനെ ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ലൈഫ് കുറെ പ്രശ്നങ്ങൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് പ്ലാനിങ്ങിന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ അഡ്വാൻറ്റേജ് ഞാനിവിടെ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. ഒന്നാമത്തെ ഡ്രോബാക്സ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരിക്കലും കറക്റ്റ് ആയിട്ട് നമുക്ക് നടത്താൻ കഴിയില്ല. കാരണം നമ്മൾ ഒരിക്കലും നമ്മുടെ കൺട്രോളിലല്ലാത്ത ഒരുപാട് ഫാക്ടേഴ്സ് പ്ലാനിങ് നമ്മൾ പ്ലാൻ ചെയ്തതിലേക്ക് വരാം. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്മുടെ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ആ ഫാക്ടേഴ്സിനെ പോലും നമുക്ക് ഏകദേശം രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ നമ്മുടെ ലൈഫിൽ നമ്മുടെ കുട്ടികളെ ആണെങ്കിലും നമ്മൾ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിനെ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുകയും അതിന്റെ ഇമ്പോർട്ടൻസ് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ചില ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലെ. ആ ലിമിറ്റേഷൻസിനെ കുറിച്ച് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും വേണം. ഒന്നാമത്തെ ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ കരിയർ പ്ലാനിങ് ഒക്കെ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചൊക്കെ ആകുമ്പോൾ നമുക്ക് റിലയബിൾ ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പ്ലാനിങ് പലപ്പോഴും മിസ്റ്റേക്കിലേക്ക് പോവാം. അപ്പൊ അങ്ങനെയുള്ള മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ വരാതിരിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യണം എന്നുള്ളത് അവരോട് പറയാം. അതിനുശേഷമാണ് നമ്മൾ പ്ലാനിങ് അവരതിനെക്കുറിച്ച് പ്ലാനിങ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ പ്ലാനിങ്ങിന് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയാം, പ്ലാനിങ്ങിന്റെ കേസിലാണെങ്കിൽ പ്ലാനിങ് എപ്പോഴും പലപ്പോഴും അതിന്റെ ഒരു ഡ്രോബാക്സ് ആയിട്ട് പറയുന്നത്, പ്ലാൻ ചെയ്താൽ എല്ലാം ഓക്കെ ആണ് എന്നുള്ള ഒരു ധാരണയിൽ നമ്മൾ പോകും അല്ലെ. അതായത് ഒരു ഫാൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി നമ്മളിൽ ഫീൽ ചെയ്യും അല്ലെ. ഞാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ, പക്ഷെ അത് ഒരു പ്രശ്നമാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും എന്താണ് നമ്മൾ പ്ലാൻ ചെയ്തതെന്നും അത് നമ്മൾ എങ്ങനെയൊക്കെ അത് ഓരോ സമയത്തും നമ്മൾ ആ പ്ലാനിന് എന്താക്കണം, അതായത് നമ്മൾ പ്രീ ഡിറ്റർമിൻഡ് പ്ലാനിങ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓരോ സമയത്ത് ഉണ്ടാവുന്ന റിസൾട്ട് ആക്ച്വൽ റിസൾട്ടുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക അല്ലെ. ഞാൻ ആ പ്ലാൻ ചെയ്തതുപോലെ തന്നെയാണോ എന്റെ പെർഫോമൻസ് വരുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണോ, അതിനിടയ്ക്കിടയ്ക്ക് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയും നമ്മുടെ പ്ലാനിങ്ങിനനുസരിച്ചുള്ള പ്രോസസ്സിനെ നമ്മൾ ആക്ച്വൽ പെർഫോമൻസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുമെങ്കിൽ എന്തെങ്കിലും എനി ഡീവിയേഷൻസ് അല്ലെ എനി ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് പ്ലാൻഡ് പെർഫോമൻസ്, പ്ലാൻഡ് പെർഫോമൻസും ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതെനിക്ക് ഡിഫറൻസ് വന്നു, അവിടെ എൻ്റെ പ്ലാനിങ്ങിന്റെ മിസ്റ്റേക്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്ലാനിങ്ങിനെ അവിടെ നമ്മൾ റിവൈസ് ചെയ്ത് മോഡിഫൈ ചെയ്ത് ഒന്നുകൂടെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് പ്ലാനിങ്ങിൽ ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു ന്യൂ പ്ലാൻസ് നമ്മൾ ഫോം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ പലപ്പോഴും സംഭവിക്കാം. കാരണം നമുക്കറിയാലോ ഒന്നും നമ്മുടെ കൺട്രോൾ അല്ല എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ഇന്നിപ്പോ ഞാൻ പ്ലാൻ ചെയ്തു, ഇന്ന് ദൈവത്തിന്റെ സഹായത്താൽ എനിക്ക് ഈ സമയത്ത് തന്നെ ഇതിൽ കയറാൻ കഴിഞ്ഞു, നമുക്ക് ഇന്നത്തെ ഇതിൽ നിങ്ങളോട് കൂടെ ഒന്നിച്ചിരിക്കാൻ എനിക്ക് കഴിഞ്ഞു. പക്ഷെ അത് അതല്ല പലതരത്തിലുള്ള സപ്പോർട്ടും അല്ലെ, അത് അങ്ങനെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് അതിന് സാധിച്ചത്. പക്ഷെ എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ എത്ര പ്ലാൻ ചെയ്തിട്ടും കാര്യമില്ല, നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല. അങ്ങനത്തെ പല സിറ്റുവേഷൻസ് വരാം. പക്ഷെ ആ സിറ്റുവേഷൻസ് വരുമ്പോഴും നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് പല പ്രോബ്ലംസിനെയും ഓവർകം ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിനെ ഏറ്റവും വലിയ സക്സസിലേക്ക് തന്നെ നമുക്ക് എത്തിക്കാൻ കഴിയും. അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണം ഞാൻ എൻ്റെ ലൈഫ് തന്നെയാണ് പറയുന്നത്. ഞാൻ ഒന്നും കൊണ്ട് പറയല്ല. ഞാൻ ഡിഗ്രി ഫൈനൽ കഴിഞ്ഞ് എൻ്റെ അച്ഛൻ്റെ മരണത്തിന് ശേഷം എഡ്യൂക്കേഷൻ എന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. പക്ഷെ ആ സിറ്റുവേഷനിൽ എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5th സ്റ്റാൻഡേർഡ് മുതൽ ടീച്ചിങ് പറയുന്നത് ഇപ്പോഴും ഒരു പാഷനാണ്. ആ പാഷൻ അനുസരിച്ച്
എനിക്ക് മുന്നോട്ട് നീങ്ങണം എന്നുള്ള ആ ഒരു ലക്ഷ്യം ഉള്ളത് കൊണ്ട് തന്നെ ആ സ്റ്റോപ്പ് ചെയ്യാതെ ഞാൻ അന്നത്തെ ട്യൂഷൻ കോളേജുകളിൽ 8th 9th 10th ക്ലാസ് എടുക്കുകയും +1 +2 പാരൽ കോളേജ് ക്ലാസ് എടുത്ത് ഞാൻ എൻ്റെ പഠനത്തിന് പണം കണ്ടെത്തുകയും PG കംപ്ലീറ്റ് ചെയ്യുകയും പിന്നെ ആഫ്റ്റർ മാരേജ് മോൾക്ക് 11 മാസമായപ്പോൾ ഞാൻ BEd ചെയ്യുകയും അങ്ങനെ ഞാനൊരു ടീച്ചർ എന്നുള്ള രീതിയിൽ, കാരണം ഒരുപാട് നമ്മൾ അതിൻ്റെ ഇടയിൽ സ്ട്രഗിളും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ മനസ്സിലുള്ള ആ ഒരു 5ാം ക്ലാസ് അല്ലെ 6ാം ക്ലാസ്സിലെത്തിയ ആ കുട്ടിയുടെ മനസ്സിലുള്ള ഒരാഗ്രഹം എനിക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു. എന്നെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമാണ്. അങ്ങനെ പിന്നെ എന്താണ് നമ്മളിപ്പോഴും എന്താണ് പഠനത്തിന് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും താല്പര്യവും വരുന്നത്. അത് സ്റ്റോപ്പ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടേതല്ലാത്ത കാരണത്താലും നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സമയത്ത് ഉണ്ടാവുന്ന നമ്മുടെ ഒരു എന്താണ് ഒരു എപ്പോഴെങ്കിലും ഫേസ് ചെയ്യുമ്പോഴാണ് ഈ പഠനത്തിന്റെ പ്രാധാന്യവും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അന്ന് ഞാൻ ചെറിയ ചെറിയ പ്ലാനിങ് നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്തത് കൊണ്ടാണ് ആ ഒരു രീതിയിലേക്ക് എത്താൻ കഴിഞ്ഞത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നൊന്നുമില്ലെങ്കിൽ ഒരുപാട് കുട്ടികളുടെ ടീച്ചറായിട്ട് എനിക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നത് ആ വിളി കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരാളാണ്. അതെന്റെ പേഴ്സണൽ കാര്യം കൂടെ ഞാൻ ഇവിടെ ഒന്ന് ഷെയർ ചെയ്തതാണ്. അതായത് നമ്മൾ പ്ലാനിങ്ങിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പോൾ പ്ലാനിങ് എന്നുള്ളത് നമ്മുടെ കുട്ടികൾക്കായാലും എല്ലാവരിലേക്കും ഈ പ്ലാനിങ് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ദിവസത്തെ കാര്യങ്ങളും നമ്മൾ തലേ ദിവസം തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് അങ്ങനെ നമ്മൾ എത്തിക്കാൻ പ്ലാൻ ചെയ്തിട്ടാണ് പിറ്റേ ദിവസം നമ്മൾ കാര്യങ്ങൾ നടത്തുന്നതെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമ്മുടെ എല്ലാ ഫങ്ഷനും നമുക്ക് നടത്താൻ കഴിയും. അങ്ങനെ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ഒരു ലൈഫ് സക്സസിലേക്ക് തന്നെ നമുക്ക് ഏവർക്കും എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള ഒരു ഉറപ്പ്, ഒരു ഗ്യാരണ്ടി ഞാൻ നിങ്ങൾക്കോട് പറയാണ്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവരുടെയും കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് എല്ലാവരും നല്ല സക്സസിലേക്ക്, ഓരോരുത്തർക്കും ഓരോ ഡ്രീം ഉണ്ടാവില്ലേ, അവിടേക്ക് തന്നെ എല്ലാവരും എത്തിച്ചേരട്ടെ എന്നുകൂടെ ഞാൻ ഇന്നത്തെ ഈ ദിവസത്തിൽ നിങ്ങളോട് എല്ലാവരോടും ആശംസിക്കുകയാണ്. താങ്ക് യു ഓൾ. താങ്ക് യു മാം. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഇങ്ങനെ കേട്ടിരുന്നു പോയി. ആദ്യമായി ഫ്ലോയിൽ അങ്ങനെ ആണ് വിമ്പിൾ അക്കാദമിയുടെ മോർണിംഗ് സർക്കിളിലേക്ക് എത്തുന്നത് ടോപ്പിക്കായിട്ട്. നിസാം സാർ വഴിയാണ് ഞാൻ ഇവിടെ എത്തിയത്. ഫൈസൽ സാറാണ് പിന്നെ അതിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ സാർ ഇങ്ങനെ ഒരു അവസരത്തിലേക്ക് തന്നു. അതിനൊക്കെ ഒരുപാട് താങ്ക്സ്. അതായത് നല്ലൊരു ടീമിനൊപ്പരം തന്നെ എത്താൻ സാധിച്ചു, ഒരുപാട് പേരെ പരിചയപ്പെടാൻ സാധിച്ചു. എല്ലാവർക്കും നല്ലൊരു മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. പിന്നെ എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തുറന്നു പറയാം. Thank you, 6 ma'am. മണിയല്ലേ കംപ്ലീറ്റ് ചെയ്യേണ്ട സമയം. ഞാൻ അതാണ് ഒരു കറക്റ്റില് ഒരു ഇതിലേക്ക് നമ്മൾ അതിനപ്പുറത്തേക്ക് പോവരുത് എന്നുള്ള ഒരു താല്പര്യമുള്ള ആളാണ്. ഒരു സമയം തന്നു കഴിഞ്ഞാലേ നമ്മൾ വലിച്ചു നീട്ടുന്നതിൽ കാര്യമല്ലല്ലോ. 6 o'clock നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതല്ലേ. അതെ അതെ. സജ്ജന മാം ഇനി എന്തെങ്കിലും? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാട്ടാ. ഇന്ന് സൺഡേ അല്ലേ, എല്ലാവരും ബിസി ആണോ? അതെ, സൺഡേയില് പൊതുവെ ആളുകൾ കുറവാണ്. ആണല്ലേ. ഒന്നാമത് ഒരു ഫ്രീ ഡേ കിട്ടുകയാണല്ലോ, അപ്പൊ കുറച്ചുകൂടെ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. സമയം എങ്ങനെ കൃത്യമായി വിനിയോഗിക്കണം എന്നുള്ളതിനൊരു പ്ലാനിങ് നമുക്കും കിട്ടി. താങ്ക് യു മാം. മാഡം നല്ല ടോപ്പിക് ആയിരുന്നു, നല്ല പ്രസന്റേഷൻ. ഓക്കെ, താങ്ക് യു സാർ. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു.
വളരെ സിമ്പിൾ വേയില് മാം പ്ലാനിങ് പറഞ്ഞു. ഞാനും ഒരു കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആണ്, അതുകൊണ്ട് ബാക്ക് ടു ക്ലാസ്സസ് ആയി ഒരു ഫീൽ ആയി. ഏർലി മോർണിംഗ് ആണ്, നമ്മുടെ വീട്ടിന്റെ തിരക്കിന്റെ ഇടയിലാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നു. വെരി നൈസ്, വെരി പ്ലസന്റ് മോർണിംഗ്. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. ഞാനും Thank- കോമേഴ്സ് ആയിരുന്നു. മാനേജ്മെന്റ് സ്റ്റഡീസ് ഭയങ്കര ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു. സത്യം, അതിലെ ഓരോ ടേമുകളും നമ്മൾ നമ്മുടെ ലൈഫായിട്ട് കണക്ട് ചെയ്ത് പഠിക്കണം. അതാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. അതായത് സയൻസ് കിട്ടിയിട്ട് കൊമേഴ്സിലേക്ക് പോയാളാണ്. പക്ഷെ അന്ന് ഇത് ഗുണങ്ങളൊന്നും അറിയില്ല കേട്ടോ. പക്ഷെ പിന്നീട് ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതിന്റെ ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ എന്നാൽ അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒക്കെ വളരെ സക്സസ് ആയിട്ട് ചെയ്യാൻ കഴിയും. നമ്മുടെ ഫാമിലി മാനേജ്മെന്റും എല്ലാം നമുക്ക് ഒന്നുകൂടെ ഒന്ന് പെർഫെക്റ്റ് ആക്കാൻ കഴിയും. അല്ല, പോരായ്മകൾ ഉണ്ടാവും കേട്ടോ, മനുഷ്യരല്ലേ, അതൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും അതൊക്കെ എന്താക്കാൻ കഴിയും, നമുക്കൊന്ന് സോൾവിലേക്ക് പെട്ടെന്ന് ഒരു നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ, ആർക്കൊന്നും പറയാനില്ലെങ്കിൽ. അല്ല, എന്നാ ശരി, ഇങ്ങനൊരു അവസരം തന്നതിൽ ഞാൻ ആദ്യം തന്നെ താങ്ക്സ് പറയുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു.